സ്വർണ്ണ വ്യാപാരിയുടെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്നാരോപിച്ച് വിശ്വകർമ്മ ആചാര്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയായിരുന്ന പൊന്നാട്ട് പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മരണത്തിന് കാരണം കടുത്തുരുത്തി പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നാണെന്നും കാരണക്കാരായ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെനീഷ് അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാം സഹോദരനായ രാധാകൃഷ്ണനാചാര്യയുടെ ദാരുണമായ ഒരു കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സൂചന മാത്രം ആദ്യം നൽകുന്ന ഈ ഒരു പ്രതിഷേധ ധർണ ഇവിടെ നടത്തുവാനെത്തിയിരിക്കുന്ന ആചാര്യ സമിതിക്കും ഒപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വിവിധ സംഘടനകളായി രൂപം കൊണ്ടുവെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഓരോ വിശ്വകർമ്മജന്റെ കാര്യങ്ങൾക്കും അണിനിരക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ഒരുമിച്ചെത്തിയ വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ കാര്യകർത്താക്കൾ സുതാര്യവും നീതിപൂർവവുമായ അന്വേഷണം നടക്കണമെന്നും കുടുംബത്തിന് നീതി കിട്ടണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. രാവിലെ 11-ന് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ വിവിധ വിശ്വകർമ്മ സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു. മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി അധ്യക്ഷൻ ആചാര്യ കെ സുരേഷ് അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി സംസ്ഥാന കോർഡിനേറ്റർ രവീന്ദ്രൻ വാകത്താനം, AKBMS മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകാക്കൽ, ഓൾ കേരള ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജോയി പഴയമഠം, KK ചന്ദ്രൻ, വിജയനാഥ്, അനീഷ് കൊക്കര, സുനിൽ ആലുവ, ദീപു എരുമേലി തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ട രാധാകൃഷ്ണനാചാര്യയുടെ ഭാര്യയും അമ്മയും മകനും സംഗമവേദിയിലെത്തിയിരുന്നു. തൊണ്ടി മുതൽ വാങ്ങിയെന്ന പേരിൽ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണൻ മരണമടഞ്ഞത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നീതിപൂർവമായ പെരുമാറ്റം ഉണ്ടായില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സംഭവത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മരണമടഞ്ഞ രാധാകൃഷ്ണന്റെ മകൻ യോഗത്തിൽ വിശദീകരിച്ചു. 1 മണിയായപ്പോൾ ഞാൻ ചെന്ന് കാണുമ്പോൾ എന്ന് പറയുന്നത് അച്ഛൻ കാല് മടങ്ങി ഒരുമാതിരി വല്ലാത്ത രീതിയാണ്. മുഖമൊക്കെ അടിച്ച് കലക്കി, 2 കണ്ണുമൊക്കെ കലങ്ങി ആകപ്പാട് തലക്കിട്ടൊക്കെ. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയച്ചാൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ അവരെല്ലാവരും കൂടി എന്നെ തല്ലി, റെനീഷ് എല്ലാം തല്ലി ഇതായെന്ന് വരും. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ വേറൊരു പോലീസുകാരൻ വന്നിട്ട് പറയും മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ മാറി നിന്ന് ഒരു 3:30 ആയപ്പോൾ പറഞ്ഞു കടയുടെ താക്കോലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കട തുറന്നു കൊടുത്തു. ഇവരുടെ വണ്ടിയുടെ പുറകെ ഞാൻ ഫോളോ ചെയ്ത് കട തുറന്നു കൊടുത്തപ്പോൾ ആദ്യമേ റെനീഷും വേറൊരു പോലീസുകാരും കൂടി ആദ്യമേ കയറി അകത്തോട്ട് കയറി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ 2 പോലീസുകാർ കൂടി അകത്തേക്ക്. അപ്പോൾ പുറത്ത് ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഈ വേറെ 2 പോലീസുകാരോട് കടയുടെ നമ്പരും അതും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, വീട്ടുപേരും കടയിൽ നിൽക്കുന്ന ഏതൊക്കെ സ്ഥലത്തൊക്കെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കറത്തിട്ട് അടിക്കുന്ന ഒച്ച. ഞാൻ ഓടിച്ചെന്നപ്പോൾ 2 പോലീസുകാരെന്നെ തടുത്തു. ഞാൻ അവരെ കുതിരി ഉള്ളിലോട്ട് കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറയുന്നത് കറത്തിട്ട് അടിച്ച് ഒരു കാലിന് ചവിട്ടി പിടിച്ചിട്ട് ചവിട്ടി താഴത്തോട്ടിരിക്കുകയാണ്. റെനീഷ് ചവിട്ടി താഴത്തോട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നൊരു ദ്രാവം കുപ്പിയുണ്ടാവും. എന്നിട്ട് എന്ത് ദ്രാവാണെന്ന് നോക്കിയപ്പോഴും അറിയില്ല. കാരണം അച്ഛൻ സ്വർണ്ണപ്പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ പോവാം. എടുത്ത് മുഖത്തേക്കൊക്കെ ഒഴിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കാണുമ്പോൾ സംശയമുണ്ട്. അത് സ്റ്റേഷൻ അവിടെ ഇരുന്ന റൂമിലാണോ ജുവല്ലറിലിരുന്ന സാധനമാണ് ചോദിച്ചത്? ജുവല്ലറിലിരുന്ന സാധനമാണ് ചോദിച്ചത്? അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. കാരണം CI ചിലപ്പോൾ കൊണ്ടുവന്നതാകാം, ചിലപ്പോൾ അവിടെ ഇരുന്ന കുപ്പിയായിരിക്കും. ബോധം കെട്ട് വീഴുമ്പോഴത്തേക്ക് എടുത്ത് ഒഴിച്ചതാണ്. മുഖത്തേക്ക് എടുത്ത് ഒഴിക്കരുത്. ഞാൻ ചെന്ന് കാണുമ്പോൾ ഇവിടെയൊക്കെ വല്ലാണ്ട് ഒരു രീതിയിൽ ഇരുന്ന് കയ്യും എല്ലാം വലിഞ്ഞ് മുറിയിരിക്കുകയായിരുന്നു.